ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീക്ക് 6, അതായത് എൻ്റെ ഫസ്റ്റ് ബാഡ്ജ് വീക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, എങ്ങനെ ഈ വീക്ക് 6 ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, എന്താണ് ഈ 6th വീക്കിലുള്ള കാര്യങ്ങൾ? അപ്പോൾ എന്താണ് ഈ ബാഡ്ജ് വീക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 6th വീക്കിൽ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 3rd വീക്ക്, 4th വീക്ക്, 5th വീക്ക്, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഒരു കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു വീക്കാണ് എന്ന് പറയുന്നത് 6th വീക്ക്, അല്ലെങ്കിൽ ബാഡ്ജ് വീക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ബാഡ്ജ് വീക്ക്. അപ്പോൾ ഈ 6th വീക്കിൽ മെയിൻ ആയിട്ടുള്ളത് പ്രൊജക്റ്റാണ്, പിന്നെ ഈ 3 വീക്കിലെ കാര്യങ്ങളും. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. പ്രൊജക്റ്റിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ തന്നെ കവർ ചെയ്യുന്നുണ്ട്, ഈ വീഡിയോൻ്റെ അവസാനം. അപ്പോൾ നമ്മൾ ഈ 6th വീക്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ബ്രീഫായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകാം. മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 3rd വീക്കും 4th വീക്കും 5th വീക്കും തന്നെ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഈ 3 വീക്കും ചോദിക്കും. നമ്മൾ സാധാരണ ഗതിയിൽ നമുക്ക് ഈ ഒരു വീക്ക്ലി റിവ്യൂസ് ഉണ്ടാകുമ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ 6th വീക്കിൻ്റെ റിവ്യൂ നമുക്ക് 1 hour ആയിരിക്കും ഉണ്ടാവും. 1 മണിക്കൂർ ഉണ്ടാവും ഈ 6th വീക്കിൻ്റെ റിവ്യൂ. അതായത് നമ്മൾ ഈ 3 വീക്കിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക, നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിക്കുക, അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കും. അപ്പോൾ പ്രൊജക്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3rd വീക്ക്, 4th വീക്ക്, 5th വീക്ക്. അപ്പോൾ 3rd വീക്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ, ജെഎസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള തിയറി എന്തായാലും നോക്കണം. പിന്നെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അറേ ഓപ്പറേഷൻസ്, ഒബ്ജക്റ്റ് ഓപ്പറേഷൻസ്, അറേ മാനിപ്പുലേഷൻസ് ഓപ്പറേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോം, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നോക്കേണ്ടത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. നമ്മൾ കുറേ തരം ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷന്, ഫസ്റ്റ് ഓർഡർ ഫംഗ്ഷന്, ഹൈ ഓർഡർ ഫംഗ്ഷന്, അതായത് കോൾ ബാക്ക് ഫംഗ്ഷന്, ജനറേറ്റർ ഫംഗ്ഷന്, അതായത് ഫാക്ടറി ഫംഗ്ഷന്, അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു 3rd വീക്കിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോമിസ്, അതുപോലെ അസിങ്ക വെയിറ്റ്, കോൾ ബാക്ക് ഹെല്ല്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾ 3rd വീക്കിൻ്റെ വീഡിയോ പോയിട്ട് കാണുക. അപ്പോൾ അതിൽ ഞാൻ 3rd വീക്ക് എങ്ങനെ പഠിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ 4th വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ Node.js എന്താണെന്ന്, Node.jsന്റെ ഇവന്റ് ലൂപ്പിന്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അതുപോലെ തന്നെ ഈ Node.jsലുള്ള ചൈൽഡ് പ്രോസസ്സുകൾ, വർക്കർ ത്രെഡ്സ്, ത്രെഡ് പൂള്, അങ്ങനത്തെ ക്ലസ്റ്ററിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോവുക. പിന്നെ Express.js, അതുപോലെ ഈ നോഡും എക്സ്പ്രസും അതുപോലെ MongoDB വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മിഡിൽ വേസ്, എക്സ്പ്രസ്സിൽ സെഷൻ ഹാൻഡ്ലിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. നോഡിനെ കുറിച്ചുള്ള തിയറി മൊത്തം മനസ്സിലാക്കി വെക്കുക. പിന്നെ ചെറിയ ഈ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ തന്നെ, ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക ഐഡിയ കിട്ടും. ഈ Node.jsൽ ചെയ്യേണ്ട പ്രാക്ടിക്കൽസിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ കിട്ടും. പിന്നെ കുറച്ച് Node.jsൽ കോർ മൊഡ്യൂൾസ് ആയിട്ടുള്ള FS മൊഡ്യൂൾ, പാത്ത് മൊഡ്യൂൾ, അങ്ങനത്തെ കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട്, വോയിസ് മൊഡ്യൂൾ, അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും, ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ കിട്ടുന്ന അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. പിന്നെ 5th വീക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അതിലെങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യാൻ, അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, അതായത് CRUD ഓപ്പറേഷൻസ് തന്നെ, മെയിനായിട്ട് ഒരു കളക്ഷനിൽ CRUD ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, അതുപോലെ അഗ്രിഗേഷൻ പൈപ്പ് ലൈൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ MongoDBയിൽ നോക്കേണ്ടത്. പിന്നെ MongoDBയിൽ തിയറി ബേസ്ഡ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെപ്ലിക്കേഷന്, ഷാർഡിങ്, അതുപോലെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്, വെർട്ടിക്കൽ സ്കെയിലിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇൻഡെക്സിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെയും കൂടുതൽ ആൾക്കാർ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് MongoDB ക്വസ്റ്റ്യൻസ് ആണ് ലുക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഫസറ്റ്, ഔട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നോഡ്, അതുപോലെ എക്സ്പ്രസ്, അതുപോലെ മോങ്കോ, അതുപോലെ JS, ഇതിനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഈ ഒരു തിയറി ബേസും ഈ ഒരു 3 വീക്കിലുണ്ടായിരുന്ന പ്രാക്ടിക്കലൊന്നും കവർ ചെയ്യാതെ ഈ ഒരു 6th വീക്ക് അറ്റൻഡ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കും. ഈ 6th വീക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ 6th വീക്കിൽ പഠിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ പ്രാക്ടിക്കലിൻ്റെ ബേസിൽ കാര്യങ്ങളൊക്കെ. ഇനി 6th വീക്കിലെ പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ 6th വീക്കിലെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു യൂസർ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. അതാണ് 6th വീക്കിലെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4th വീക്കിൽ ആൾറെഡി ലോഗിൻ പേജും ഹോം പേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ യൂസർ ലോഗിൻ ചെയ്തിട്ട് നേരെ ഹോം പേജിലോട്ട് റീഡയറക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ലോഗിൻ പേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ കോഡ് തന്നെ പാസ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു 6th വീക്കിലെ പ്രൊജക്റ്റിൽ നിങ്ങൾ അതൊക്കെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മോങ്കൂസ് ഡാറ്റാബേസിലോട്ട് നോഡ് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഈ ലോഗിൻ പേജ് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട്. അതായത് യൂട്യൂബ് ചാനൽ തന്നെ 6th വീക്കിൽ എനിക്ക് ഈ ഒരു യൂസർ മാനേജ്മെന്റ് ആപ്പ് ഉണ്ടാക്കാൻ സഹായിച്ചുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എന്താ വെച്ചാൽ, നിങ്ങൾ MVC ആർക്കിടെക്ചർ ബേസ്
ബേസിലാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ MVC എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ്, സെർവർ സൈഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡാറ്റാബേസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഓവറാൾ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓവറാൾ ഐഡിയ ഞാൻ പറയുന്നത് ഈ പ്രോട്ടോടൈപ്പിലുള്ള ഈ 6th വീക്ക് റിവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായ എല്ലാവരുടെയും ഒരു ഐഡിയാസ്, എല്ലാവരും പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ ചെയ്തു എന്ന്, അവരോട് എന്തൊക്കെ പ്രൊജക്റ്റിൻ്റെ ബേസിൽ ചെയ്ത് എന്തൊക്കെ ചോദിച്ചെന്നുള്ള ബേസിലൊക്കെ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ലോഗിൻ പേജ്, ഒരു യൂസർക്കുള്ള ലോഗിൻ പേജ്, അതുപോലെ തന്നെ ഒരു യൂസർക്കുള്ള രജിസ്റ്റർ പേജ് അത് നിങ്ങൾക്ക് വേണം. അതുപോലെ യൂസർക്കുള്ള ഒരു ഹോം പേജ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ ഈ യൂസറിൽ ഒരു ക്ലയൻറ്റ് വന്നുകൊണ്ട് അപ്പോൾ ഈ ഒരു രജിസ്റ്റർ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഡാറ്റാബേസിൽ ഓട്ടോമാറ്റിക്കായി സ്റ്റോർ ആവണം. ഈ ഡാറ്റാബേസിൽ സ്റ്റോർ ആയ ഡീറ്റെയിൽസ് വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ലോഗിൻ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഡാറ്റാബേസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ യൂസറിനോട് ലോഗിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ യൂസർ ലോഗിൻ ചെയ്തിട്ട് നേരെ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഹോം പേജിലെത്തി. അപ്പോൾ അവിടുത്തെ സെഷനൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. നിങ്ങളിവിടെ ബാക്ക് ലോഗൗട്ട് അടിച്ചാൽ മാത്രമേ ഈ യൂസർ എന്താ ചെയ്യാൻ പാടുള്ളൂ, ലോഗിൻ പേജിലോട്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ പേജിലോട്ടോ തിരിച്ചു വരാൻ പാടുള്ളൂ. നിങ്ങൾ ക്രോമിൽ ബാക്ക് ബട്ടൺ അടിച്ചാലൊന്നും തിരിച്ചു വരാൻ പാടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ സെഷനൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതാണ് നിങ്ങളുടെ അർത്ഥം. അപ്പോൾ ഇത്രയാണ് യൂസർ സൈഡിലുള്ളത്. ഒരു രജിസ്റ്റർ പേജ്, ഒരു ലോഗിൻ പേജ്, ഒരു ഹോം പേജ്, പ്രോപ്പറായിട്ടുള്ള സെഷൻ ഹാൻഡ്ലിംഗ്. പിന്നെ ഈ ഹോം പേജ് ഒരു ലോഗൗട്ട് ബട്ടണും കൂടി വേണം. അതിൽ നിങ്ങൾ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ പേജിലോട്ട് തന്നെ പിന്നെയും തിരിച്ചു വരണം. പിന്നെ അഡ്മിൻ സൈഡ്. അപ്പോൾ നമ്മൾ യൂസർ മാനേജ്മെന്റ് ആപ്പാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അഡ്മിൻ സൈഡ് വേണം. അപ്പോൾ ഈ അഡ്മിൻ സൈഡിൽ യൂസർ ലോഗിൻ ആണെങ്കിൽ കൂടി അഡ്മിനും കൂടി ലോഗിൻ ചെയ്യാൻ കഴിയണം. അപ്പോൾ വേറൊരു അഡ്മിൻ ലോഗിൻ പേജ് ഉണ്ടാക്കണം. അപ്പോൾ അഡ്മിൻ ലോഗിൻ പേജും അതുപോലെ അഡ്മിൻ ഡാഷ്ബോർഡും നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ അഡ്മിൻ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡാറ്റാബേസിലോട്ട് എങ്ങനെ വേണമെങ്കിലും പാസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഡാറ്റാബേസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആടാൻ വല്ല JS ഒക്കെ യൂസ് ചെയ്ത് അതായത് അഡ്മിനായിട്ട് ഒരു സ്കീം ഉണ്ടാക്കിയാണ്ട് ആ സ്കീം ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് ആക്കി വെച്ചിട്ട് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അഡ്മിന് ലോഗിൻ ചെയ്യാം. അഡ്മിന് സ്പെസിഫൈ ആയിട്ടുള്ള ഓതറൈസേഷൻ കൊടുത്തിട്ട് അഡ്മിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് മാത്രമേ അഡ്മിൻ ഡാഷ്ബോർഡിലോട്ട് കയറാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒതന്റിക്കേഷനും ഓതറൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഒതന്റിക്കേഷൻ പറയുമ്പോൾ യൂസർ ഒതന്റിക്കേറ്റ് ആയിക്കാണ്ട് വേണം യൂസർ പേജിലോട്ട് പോകാം. ഇത് സാധാരണ യൂസർക്ക് അഡ്മിൻ പേജിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഓതറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് ഒരു സ്പെസിഫിക് അഡ്മിൻസിന് മാത്രം അഡ്മിൻ ഡാഷ്ബോർഡിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ അഡ്മിൻ ഡാഷ്ബോർഡിൽ വേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അഡ്മിൻസിന് പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ കഴിയണം. ഈ പുതിയ യൂസേഴ്സിന് ലോഗിൻ ചെയ്യാനും കഴിയണം. സാധാരണ യൂസർ ആയാണ് ലോഗിൻ ചെയ്യാൻ കഴിയണം. അപ്പോൾ ആഡ് യൂസർ എന്ന സെഷൻ വേണം. പിന്നെ ഓഫ് കോഴ്സ് അഡ്മിനിൽ ലോഗൗട്ട് ചെയ്യാനൊരു സെഷൻ വേണം. ലോഗൗട്ടിൻ്റെ ഒരു ബട്ടൺ വേണം. പിന്നെ അഡ്മിന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. എത്ര യൂസേഴ്സ് ഉണ്ടോ അത്രയും യൂസേഴ്സിന് സെർച്ച് ചെയ്യാൻ കഴിയണം. ഈ യൂസേഴ്സിനൊക്കെ എഡിറ്റ് ചെയ്യാൻ അഡ്മിന് കഴിയണം. അതായത് ഈ യൂസേഴ്സിൻ്റെ നെയിം, ഈ യൂസേഴ്സിൻ്റെ ഇമെയിൽ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ അഡ്മിന് കഴിയണം. അതുപോലെ തന്നെ ഈ യൂസേഴ്സിനെ വേണമെങ്കിൽ അഡ്മിന് ഡിലീറ്റ് ചെയ്യാനും കഴിയണം. അപ്പോൾ ഈ യൂസർ ആൾറെഡി ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഈ അഡ്മിൻ ഈ യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗിൻ പേജിൽ പിന്നെ പോയി കഴിഞ്ഞ് റീലോഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസർ ഡിലീറ്റ് ആയി പോകണം. അതായത് ലോഗൗട്ടായി പോകണം. ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഊഹം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഡ്മിൻ കൺട്രോൾ, അഡ്മിൻ്റെ ഡാഷ്ബോർഡ്, അതായത് ലോഗൗട്ട് ബട്ടൺ വേണം. പുതിയ യൂസറിനെ ആഡ് ചെയ്യാൻ കഴിയണം. പുതിയ യൂസറിനെ എഡിറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ പുതിയ യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയണം. യൂസറിനെ സെർച്ച് ചെയ്യാൻ കഴിയണം. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിൻ ഡാഷ്ബോർഡിൽ വേണ്ടത്. പിന്നെ അഡ്മിനായിട്ട് ഒരു സ്പെസിഫിക് ലോഗിൻ പേജ് വേണം. ആ ലോഗിൻ പേജിൽ ആ ഡാറ്റാബേസിൽ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, അഡ്മിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് മാത്രം ആ അഡ്മിൻ ലോഗിൻ പേജിലോട്ട് ലോഗിൻ ചെയ്തിട്ട് അഡ്മിൻ്റെ ഡാഷ്ബോർഡിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു അഡ്മിൻ്റെ ഇത് കിടക്കുന്നത്. പിന്നെ യൂസർക്കാണെങ്കിൽ യൂസർക്ക് ഒരു സ്പെസിഫൈ ആയിട്ടുള്ള രജിസ്റ്റർ പേജ് വേണം. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ലോഗിൻ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്തിട്ട് അവിടെ ലോഗിൻ ചെയ്തിട്ട് നേരെ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ആവണം. പിന്നെ അവിടെ സെഷൻ ഹാൻഡ്ലിംഗ് പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ അഡ്മിൻ്റെ സൈഡിലും സെഷൻ ഹാൻഡ്ലിംഗ് പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേർക്കും സെപ്പറേറ്റ് സെഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യൂസർ ഒരുടെ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്മിന് ലോഗൗട്ട് ആവരുത്. അതുപോലെ അഡ്മിൻ ലോഗൗട്ട് ചെയ്തിട്ട് യൂസർ ലോഗൗട്ട് ആവരുത്. അങ്ങനെ അവർക്ക് തമ്മിലുള്ള ക്ലാഷ് പാടില്ല. അപ്പോൾ സെഷൻ മാനേജ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പറായി ചെയ്യണം. അതുപോലെ തന്നെ അഡ്മിന് യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൗട്ട് ആവണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ സൈനപ്പ് പേജ്, ലോഗിൻ പേജ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എവിടെയും ഹോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ലിങ്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ളൊരു PDF ഫയൽ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീക്ക് 6 അപ്പോൾ ഈ വീഡിയോ ഒരുപാട് വലുതായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 3rd വീക്ക് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. Node.js, Express.js എങ്ങനെ ഒരു സെർവർ ഉണ്ടാക്കാം, മിഡിൽ വെയർസ് എന്താണെന്ന്, അതുപോലെ Node.jsൻ്റെ കോർ മൊഡ്യൂൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ MongoDBയിലാണെങ്കിൽ അഗ്രിഗേഷൻ പൈപ്പ്ലൈൻസ്, CRUD ഓപ്പറേഷൻസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കൽസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചില പേരോട് പ്രൊജക്റ്റിൽ ബേസിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ പ്രാക്ടിക്കൽസോ ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾ നോക്കിയിട്ട് വേണം. പ്രൊജക്റ്റൊക്കെ പരമാവധി ആ വീഡിയോസ് കണ്ട് പിന്നെ ChatGPT, ഓഫ് കോഴ്സ് നിങ്ങൾ ChatGPTയിൽ എന്തായാലും ആശ്രയിക്കേണ്ടി വരും.
നിങ്ങൾ പ്രൊജക്റ്റിൽ പല പല എറേഴ്സ് വരാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ തന്നെ ശരിയായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സെഷൻ പ്രോപ്പറായിട്ട് മാനേജ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് ആ കോഡൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ കോഡിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീക്കിലുള്ളത്. ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീക്കിൽ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ടുള്ള ടെലഗ്രാം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസൊക്കെ ഷെയർ ചെയ്തിട്ടും അങ്ങോട്ടും ആൻസേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ ഒക്കെ ചെയ്തുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക. അപ്പോൾ ഇങ്ങോട്ടും സഹായം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്